ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വിൻഡോ വ്യൂ കാണിക്കുകയാണ്. വിൻഡോന്ന് പുറത്തുള്ള വ്യൂ കാണിക്കുകയാണ്. അടിപൊളിയാണ് ഗായ്സ്. ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അത് കൂടാണ്ട് ഇതെൻ്റെ ഹസ്ബൻഡ് കൊച്ചു കാർ കളക്ഷൻ ഹോട്ട് വീൽസിൻ്റെ ആളിപ്പോൾ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇത് കൊണ്ട് നമ്മുടെ ചർച്ചിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല സൂര്യനൊക്കെ ഉദിച്ച് നല്ല സൺറൈസൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആൾക്കാരൊക്കെ എൻ്റെ ഇതേ പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി ഗായ്സ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ശരി, ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. മുട്ട പൊരിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിന് അതാണ് ഇന്ന് ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൊടുത്തയച്ചത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഒരു ടോർട്ടിലെടുത്തു. അതിൽ ഞാൻ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തു. കുറച്ച് കൂടുതൽ ബട്ടറായി പോയി, സോറി ഗൈസ്. ഇത്രയൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഒരു ആവേശത്തിലിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോൾസ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കിട്ടും. ഇത് യു കെയിൽ സാധാരണ കിട്ടുന്നൊരു സംഭവമാണ്. ഇതിൽ എന്തോ ഓൾറെഡി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, ക്യാരറ്റ് ക്യാബേജൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സവോള എന്ന് പറഞ്ഞാൽ ഓണിയൻ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ കുറച്ച് കൂടുതൽ ഇട്ട് പോയി. അത്രയൊന്നും ഇട്ടരുത്, കുറച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഫുള്ളി ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ നടുക്കിൽ മാത്രം വെച്ചിട്ട് ചെയ്തു. എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ട പൊരിച്ചതിന് മുകളിൽ കൂടെ വെച്ച് നല്ലൊരു മുട്ട പൊരിയായിരുന്നു ഗൈസ്. ഇതിൽ വെച്ചിട്ട് ഞാൻ മൊത്തം കൊളാക്കി. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം ചീസിൻ്റെ ഒരു സ്ലൈസ് എടുത്തു. അതിൻ്റെ പകുതി എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതിൽ ഇങ്ങനെ നീളൻ തന്നെ, കാരണം നമുക്ക് റോൾ ചെയ്യണമല്ലോ. അത് കാരണം ഞാൻ അതിന് മുകളിൽ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് റോൾ ചെയ്യാൻ നോക്കിയപ്പോൾ ഫ്ലോപ്പായി. അത് ശരിക്കും ആവുന്നില്ല, സ്റ്റഫ് കൂടിയ കാരണം തോന്നുന്നുണ്ട്. എന്നാലും ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെയും ടോട്ടലെടുത്തു. കാരണം ഒരെണ്ണത്തിലുള്ള നമ്മൾ വയറ് നിറയില്ല. ഞാൻ അതുകൊണ്ട് രണ്ടാമത്തെ എടുത്തു. അതിൽ സെയിം പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു. ലൈക്ക് ബട്ടർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോൾസ്ലോ വെച്ചു. എന്നിട്ട് മുട്ട പൊരിച്ചതും പിന്നെ അതിന് മുകളിൽ കൂടെ നമ്മുടെ എന്താ പറയുക, അതിന് മുകളിൽ കൂടെ ചീസും വെച്ചിട്ട് ഞാൻ അത് വീണ്ടും റോൾ ചെയ്തിട്ട് മൈക്രോവേവ് ചെയ്യാമെന്ന് വെച്ചു. മൈക്രോവേവ് ഞാൻ ഒരു അറൗണ്ട് 2 മിനിറ്റ്സ്, ആ ചീസ് അലിയണ വരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചീസ് എന്തോ അലിഞ്ഞില്ല. ഞാനത് മൈക്രോവേവിൽ വെച്ചപ്പോൾ ടൈമിങ് കുറച്ചും കൂടി കൂടുതൽ വെക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെയും കൂടി ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമ്മുടെ മൈക്രോവേവിൽ എടുത്ത് വെച്ചു കേട്ടോ. 2 മിനിറ്റ്സ് വെച്ചില്ല, എനിക്ക് തോന്നുന്നു 1.5 ഒക്കെ വെച്ചോളൂ. അതുകൊണ്ട് ഇത് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും വന്നിട്ട് രണ്ടാമത്തെയും വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. എൻ്റെ ഇത് കാണിക്കുന്നില്ല, അത് രണ്ടാമത്തെയും ഞാൻ വെച്ചു. അപ്പോൾ 2 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇച്ചിരീശ എന്താ പറയുക, ചീസ് വലിയ കാര്യമായിട്ടൊന്നും അലിഞ്ഞില്ല, എന്നാലും കുഴപ്പമില്ല. അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇനി നെക്സ്റ്റ് എന്നിട്ട് വെക്കുക ലെറ്റേഴ്സ് എടുത്ത് വെച്ചു. ലെറ്റേഴ്സിൻ്റെ കയ്യിൽ ലീവ്സ് ഉണ്ടായിരുന്നു. ആകെ കൊളായി ഗൈസ്. കണ്ടിട്ട് തന്നെ അറിഞ്ഞൂടെ, നല്ല രീതിയിൽ കൊളായിട്ടുണ്ട്. ചീസും മര്യാദ കഴിഞ്ഞിട്ടില്ല. ലേറ്റീസും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ തീരെ റോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നാലും ഞാൻ എങ്ങനെയോ ചുരുട്ടിക്കൂട്ടി വെച്ച്, ഞാൻ തന്നെയാണല്ലോ, ആർക്കും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു കുളമായ രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കി റാപ്പിനാക്കിയതിന് ശേഷം ഞാൻ വേഗം തന്നെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതുപോലെ തന്നെ ഡുവേറ്റൊക്കെ മടക്കി വെച്ചു. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. അതിനുള്ളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയ ഗൈസ്, അതൊരു 1 ഫ്ലോപ്പ് റാപ്പായിരുന്നു. സോ ഡോണ്ട് ട്രൈ ദിസ് ഗൈസ്. ബൈ.